കേസിന്റെ ഒരു ഘട്ടത്തിലും ഇടപെടാൻ കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയതിന് പിന്നിൽ അദൃശ്യ ശക്തിയുണ്ടെന്ന വിജിലൻസ് കോടതി പരാമർശം ഗുരുതരമെന്ന് പ്രതിപക്ഷ നേതാവ്. ആരാണ് ആ അദൃശ്യ ശക്തി? മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. പോലീസിനെ നിയന്ത്രിക്കുന്നത് ഉപജാപക സംഘമാണെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ പറഞ്ഞു. നിരവധി നാളുകളായി ഗൗരവത്തോടുകൂടി സർക്കാരിനെതിരായും പോലീസ് ഭരണത്തിനെതിരായും ഉന്നയിച്ചൊരു ആക്ഷേപമുണ്ട്. മുഖ്യമന്ത്രിയല്ല പോലീസ് ഭരിക്കുന്നത്, ഉപജാപക സംഘമാണ് എന്നാണ് പറയുന്നത്. ആ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ അടിവരയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജിമെന്റ്. ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയാണ് എടുത്തതെന്നാണ് കോടതി ചോദിച്ചത്. ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന, പോലീസിനെ നിയന്ത്രിക്കുന്ന, സ്വന്തക്കാർക്ക് വേണ്ടി, ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം, ഒരു അദൃശ്യ ശക്തി ഈ ഗവൺമെന്റിന്റെ മറവിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് വായിച്ചു നോക്കിയാൽ സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാവും. ഗുരുതരമായ ഒരു ആരോപണമാണ് മുഖ്യമന്ത്രിക്ക് നേരെ, പോലീസ് ഭരണത്തിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. MR അജിത് കുമാറിനെ തള്ളി PV അൻവർ. താൻ ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പരാതി നൽകിയതിന് പിന്നാലെ അജിത് കുമാർ തന്നെ വന്നു കണ്ടിരുന്നു. അജിത് കുമാർ പോലീസിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പാണെന്നും PV അൻവർ പറഞ്ഞു. വളരെ ഗൗരവമായിട്ടുള്ള രണ്ട്